വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. വെരി നോട്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ നോട്ട് സോ പെർഫെക്റ്റ് ഡേ ആണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിൽ രാവിലെ എണീക്കുന്ന ഹാബിറ്റ്സ്, പ്രൊഡക്ടിവിറ്റി ഇതിനൊക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്നും നമ്മൾ പ്ലാൻ ചെയ്ത് മാതിരി പോകത്തില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ദിവസം വളരെ ലേറ്റായിട്ടായിരുന്നു ഉറങ്ങിയതും എണീറ്റതും. പിന്നെ എങ്ങനെയോ ഒപ്പിച്ച് ലഞ്ചൊക്കെ ആക്കി ഇങ്ങനെയും ഉണ്ടാവും കേട്ടോ. ദിസ് ഇസ് വെരി നോർമൽ. ആൻഡ് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നൊരു വ്ളോഗാണ് ഇത്. പണ്ടൊക്കെ ഷോപ്പിംഗ് പോകുന്ന സമയത്തെ ഞാൻ മിക്ക ദിവസവും ഒന്നും പ്ലാൻ ചെയ്യാതെ പോവും. എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിയാം നമുക്ക് മനസ്സിൽ. പക്ഷെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മിക്ക സാധനങ്ങൾ അതിനകത്തും ഉണ്ടാവില്ല. വേണ്ടാതെ കുറേ എന്തെല്ലോ കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ ഉള്ള സാധനമായിരിക്കും കൊണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ, ഫ്രിഡ്ജിലുള്ള ആ സാധനവും പാൻട്രിയുള്ള സാധനവും പഴയായിട്ട് എടുത്ത് കളയേണ്ടി വരും. പക്ഷേ ഈ മിസ്റ്റേക്കും കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ? അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. പോകുന്ന മുമ്പ് ഇപ്പോൾ എന്നും എന്തൊക്കെ ആവശ്യമുണ്ടോ നോട്ട് ചെയ്തിട്ട് എഴുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് വരികയും ചെയ്യും. പിന്നെ ഇത് എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഈ വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ ഓവറായിട്ട് നമ്മൾ സാധനം വാങ്ങൂല. നേരെ മറിച്ച് നല്ല വിശന്ന് പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ സ്നാക്സ് ആൻഡ് ബിസ്ക്കറ്റ് സെക്ഷനിലൊക്കെ പോയാലേ കുറേയൊക്കെ സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് വരികയും ചെയ്യും. ഇതൊരു ബേസിക് ഹ്യൂമൻ ബിഹേവിയർ ആണെന്ന് തോന്നും. സ്റ്റഡീസും ഉണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്ന ഉടനെ സാധനങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓർഗനൈസ് ആയിട്ട് സാധനങ്ങൾ വെക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ വരെ സവോളയും പൊട്ടറ്റോയ്ക്ക് ആ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഒരുപക്ഷെ കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ ഈ വ്ളോഗ് കാണുന്നെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ ആണെങ്കിൽ ചിരിക്കും. പക്ഷേ നമ്മളങ്ങനെയല്ലല്ലോ, കുറേ പല സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിട്ടു പോകും അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ തന്നെ സാധനങ്ങൾ എടുത്ത് വെക്കും. സ്പെഷ്യലി ലീവ്സ് ഒക്കെ അല്ലേ, കറി ലീവ്സ് ഡബ്ബയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈക്ക് 3-4 വീക്സ് ഒക്കെ ഒരു കേടും കൂടാതെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. മറ്റേ നമ്മുടെ സ്റ്റീൽ കണ്ടെയ്നറിൽ ഒരു എന്താ പറയുക പേപ്പർ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ ലാസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് ഡബ്ബയിലാണ് വെച്ചത്, അതും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഡിന്നറിലേക്ക് കിടക്കാം. കുറച്ചൊന്ന് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് കയറിയതാണ്. ഈ പറഞ്ഞ മാതിരി വളരെ മൂഡില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് എളുപ്പം, പിന്നെ പുറത്തും കൂടി പോയിട്ട് വന്നതല്ലേ, അപ്പോൾ സിമ്പിൾ ഒരു റെസിപ്പിയാണ് മഷ്റൂം ആൻഡ് ചിക്കൻ വെച്ചിട്ട്. മഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പം എത്ര പേര് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. മഷ്റൂം ഞാൻ കടകളിൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ മിക്ക വീഡിയോസിലും കണ്ടാൽ സ്റ്റെമ്മോട് കൂടി ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഞാൻ കാണലുണ്ട്. പക്ഷേ ഇതൊന്നും ജസ്റ്റ് ഒന്ന് മേലത്തെ പീല് കറഞ്ഞിട്ട് സൈഡിൽ ഒരു റൗണ്ട് കളറിലെ ബ്ലാക്ക് സാധനം നമ്മൾ കാണുമല്ലേ, അതിനുള്ളിൽ ഒരുപാട് മണ്ണ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. മഷ്റൂം എല്ലാം കട്ട് ചെയ്തു. പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ചുണ്ടായിരുന്നല്ലോ എൻ്റെ അടുത്ത്, അതുകൊണ്ട് ഞാൻ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തു. മഷ്റൂം കുറച്ച് അധികമായിരുന്നു. അതിൻ്റെ ഈ റെസിപ്പിയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാൻ എടുത്തിട്ട് നെയ്യ് ചൂടാക്കിയിട്ട് ഒത്തിരി ഗാർലിക് വേണ്ടി വരും കേട്ടോ. ഇതിന് ചോപ്പ് ചെയ്തിട്ട് ഗാർലിക്, ഒരു ബേൺ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് സ്ലൈറ്റ്ലി ഗോൾഡൻ ബ്രൗൺ മതിയാവും. എന്നിട്ട് ഇതിന് മുകളിൽ ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറവാണ് പറഞ്ഞ മാതിരി, പിന്നെ കുഞ്ഞു പീസസ് ആയതുകൊണ്ട് ഒരു 2-3 മിനിറ്റ്സ് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ആ ടൈമിൽ നമുക്ക് ഇതിന് പാല് വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ പാസ്റ്റയിലേക്ക് വൈറ്റ് ഗ്രേവി അല്ലേ, ഏകദേശം അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് പോയത്. ഞാൻ ക്രീം ഒഴിക്കുന്നില്ല ഇതിനകത്ത്, പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. തിളപ്പിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വോം ആയാൽ മതി. ബിക്കോസ് നമ്മൾ ചൂടായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചൂടല്ലേ, അതുകൊണ്ട്. അപ്പം ചിക്കൻ ജസ്റ്റ് ഒന്ന് 3/4 കുക്കായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മഷ്റൂം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാല് ഞാൻ ഇതിനകത്ത് 2 പാക്കറ്റാണ് നിങ്ങൾ പൊട്ടിച്ചൊഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അതിൻ്റെ അത്ര ഒന്നും ആവശ്യമില്ല, ഒരു 1.25 പാക്കറ്റ് മതിയാവും കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാമല്ലോ. പിന്നെ ഈ ഒരു റെസിപ്പിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അധികം മസാലാസ് ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്തിട്ട് ഇതെല്ലാം ഒന്നും ഈ മഷ്റൂമിലും ചിക്കനിലും പിടിച്ച് വരാൻ വേണ്ടി കുറേശ്ശെ നേരം ഒന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടാക്കിയ പാലല്ലേ, അത് ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ബേസുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു തിക്ക് ഗ്രേവിയാണ്, എളുപ്പം ആവുകയും ചെയ്യും. പിന്നെ ഇതിന് മുകളിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരാൻ വേണ്ടി ഇച്ചിരി മൈദയോ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കുറവാണ്,
ഒരു ട്രിക്ക് ഉണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ചധികം ഉണ്ടെങ്കിൽ ചിക്കൻ്റെ ഫ്ലേവർ കുറച്ചധികം കിട്ടും. ഇത് വേണമെങ്കിൽ ഇടാം കേട്ടോ, സ്കിപ്പ് ചെയ്യാം. അപ്പം നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തല്ലോ, ആ സാധനം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ആക്ച്വലി എന്തിൻ്റെ കൂടെ പോകും, ഈവൻ ബേസിക് റൈസ് അല്ലേ അതിൻ്റെ കൂടെയും ഇത് പോകും കേട്ടോ. എന്നിട്ട് ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി കൊറിയാൻഡർ ലീവ്സും പിന്നെ നമ്മുടെ മേത്തി സീഡ്സ് അല്ലേ അതൊന്ന് ഇട്ട് കൊടുത്താൽ, അതായത് കസൂരി മേത്തി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിന് മുകളിൽ ചാർക്കോൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഈ കടയിലേക്ക് കിട്ടുന്ന വൈറ്റ് ചിക്കന് ഡൽഹി സ്റ്റൈല് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീം ഒഴിച്ചിട്ടില്ല, പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ സമയമില്ലാത്ത ദിവസങ്ങളിൽ, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. ചോറോ ചപ്പാത്തിയോ പത്തിരിയോ എന്തിൻ്റെ കൂടെയും പോകട്ടോ. Hope you like this video. Please do subscribe and support. Thank you for watching. See you in the next vlog.